Yes, next patient. Pazhaniyappa. Nana Pazhaniya. This next patient is next patient. എന്താ ദേവകി ദേവി അല്ല ദേവകി റാണി വിശേഷിച്ച? ഡോക്ടർ, ഈ മുട്ടിന്റെ മുകളിൽ തൊലിപ്പുറത്ത് ചുവന്നൊരു തടിപ്പ്. അത് ദേവകി റാണിയുടെ തൊലിയല്ലേ, ചുവന്നും തടിച്ചുമൊക്കെ കിടക്കും. അതല്ല ഡോക്ടർ, ഒന്ന് നോക്കണം. നോക്കാനൊന്നുമില്ല, ഇത് വെറും ഡെർമറ്റൈറ്റിസ് ആണ്. ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, അത് ദിവസം 3 നേരം കഴിച്ചാൽ മതി. അല്ല, പുരട്ടിയാ മതി കേട്ടോ. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കാതെ. തൊടാനൊന്നുമില്ല, അസുഖം എനിക്ക് മനസ്സിലായി. അയ്യോ പൊടി. അയ്യോ ഡോക്ടർ, കണ്ണി പൊടി വേണോ? വേണ്ട വേണ്ട, നമ്പർ വേണ്ട, ഈ പഴയ നമ്പർ വേണ്ട. അയ്യോ ദേവകി റാണിക്ക് തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ്. ഞാനിങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, കണ്ണിൽ പൊടി ഊതി താഴെ വീണു. ഐ ആം ടോട്ടലി ഇന്നസെന്റ്. എന്താ ഇത്? ഇത് ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ല, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്കിൻ അലർജി സൊല്യൂഷൻ. പെട്ടെന്നൊരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു. എനിക്കറിയാം നിങ്ങൾ അവളെ കെട്ടും. എനിക്ക് സൗന്ദര്യമില്ലല്ലോ, കൂടുതൽ തടിയുള്ളത് കൊണ്ട് എനിക്ക് പ്രായം തോന്നുന്നു. ഈ വണ്ണ കൂടുതലല്ലേ നിന്റെ സൗന്ദര്യം? ആനയ്ക്ക് വണ്ണമില്ലേ, സൗന്ദര്യമില്ലേ? കരയാതെ സുബ്ബു. സുബ്ബു ആണ് ഈ വീഡിയോ അയ്യരാണ് സത്യം. ഞാൻ കെട്ടുന്നെങ്കിൽ സുബ്ബുവിനെ മാത്രമായിരിക്കും. എന്റെ അമ്മ ശീമാട്ടി അമ്മയുടെ അമ്മ രത്നമ്മ അമ്മൂമ്മയാണ് സത്യം. എന്നാ നമുക്ക് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അതിനുവേണ്ടി ഞാൻ 2 തൈര് സാധം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ തൈര് സാധനത്തിൽ കുറച്ച് വിഷം കൂടി കലർത്തി വെക്കടി. അയ്യോ, പാറുകുട്ടിക്ക് വേദനിക്കും. ഏയ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉള്ളൂ. ഏതുറുമ്പാ? കട്ടുറുമ്പല്ല, ചോന്നുറുമ്പല്ല, ഒരു പഞ്ചാര ഉറുമ്പ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്ന ആന്റി ഒരു സമ്മാനം തരാം. പാറുകുട്ടി, പാറുകുട്ടി, oh my God, പാറുകുട്ടി, നഴ്സ്, നഴ്സ്, പാറുകുട്ടി, ഡോക്ടർ, പാറുകുട്ടി, വേഗം ഓക്സിജൻ കൊടുക്കും. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഓക്കെ ഡോക്ടർ. എടാവേ, എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. ആ പല്ലുമേടെ പോയി 2 വൈനടിച്ചാൽ മാറാത്തതാ. ഡോക്ടർ, പാറുകുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. Bring her to the operation theatre immediately. യെസ് ഡോക്ടർ. കറണ്ട് പോയപ്പോ ജനറേറ്റർ വർക്ക് ചെയ്യാത്ത പറയണോ?
പറഞ്ഞ എന്റെ പണി പോകും സാർ. പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് മിടുക്ക് കഴിക്കേണ്ടത്. അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വെളിച്ചെരുട്ടാക്കിയിട്ടില്ല. നിന്റെ പോലെ ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ തന്നെ ഐ ഫിനിഷ് യു. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല കുത്തി കീറിക്കളയും തന്നെ. പുറത്ത് നേരെ ഇടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആദ്യ ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പുലസ് ബുച്ചർ. പാറക്കുട്ടി, ഏയ് പേടിക്കണ്ട, ഡോക്ടറെങ്കിലും ഇവിടെ തന്നെയുണ്ട്. വേദനയുണ്ടോ? സാരമില്ല, ഡോക്ടറെങ്കില് ഉറങ്ങാൻ ഒരു മരുന്ന് തരാം. അത് കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും. സത്യത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറണ്ട് പോയപ്പോ ഇനി വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിനൊത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം, ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പകർന്നു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു. താങ്ക് യു. പാറക്കുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇനി ആനി പറഞ്ഞത് പാറക്കുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? ഇങ്ങനെ ഒന്ന് വിളിക്കുക. ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കാണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചതിനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഞാൻ വരുന്നേ. ഹലോ. അല്ല, സ്വകാര്യ വേള. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ സമയം. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നങ്ങ് പറയും. എന്ത് ചെയ്യും? ഹലോ. ഹലോ. സർ, ആനിയ. എന്താ ആനി? സർ, പാറക്കുട്ടി. പാറക്കുട്ടിക്ക് പറ എന്താ പാറക്കുട്ടിക്ക്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. ഞാനും ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഷീസ് ഓൾ റൈറ്റ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ. എന്താ? ആരോ വന്നിരിക്കുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ഹലോ. റോങ് നമ്പർ. താനത് കട്ട് ചെയ്തോ? തന്നോട് ആര് പറഞ്ഞത് കട്ട് ചെയ്യാൻ? റോങ് നമ്പർ. ഞാൻ ഒരു ജീവൻ മരണ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്കറിയോ എത്ര കാലം കൊണ്ടുള്ള ജീവൻ മരണ പ്രശ്നമാണെന്ന്? അതിന് ആശുപത്രിയിൽ നിന്ന് വന്ന ഫോണല്ലേ? രോഗികൾക്ക് മാത്രമല്ല ഡോക്ടർമാർക്കും ജീവൻ മരണ പ്രശ്നങ്ങൾ ഉണ്ടറിയോ? ഇത് ജീവൻ മരണ പ്രശ്നമൊന്നുമില്ല. വെറുതെ എങ്ങനെ അറിയാം? ഇത് ഊഹിക്കാമല്ലോ. ഹലോ. തന്നെ ഇന്ന് ഞാൻ വേണ്ട, ഇനി ആണുങ്ങളെ മുൻകൈ എടുത്താ മതി.
ഞാൻ പാർത്തതിലെ അവൾ ഒരുത്തി. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. രോഗം അക്യൂട്ട് ആകാനുള്ള സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ക്രോണിക് ആയ സ്ഥിതിക്ക് ഇതിന് വെച്ചോണ്ടിരുന്ന പറ്റില്ല, ചികിത്സിക്കണം. താനൊരു മരുന്ന് പറഞ്ഞാടോ? ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ടെടുക്ക്, എന്നാ മറുമരുന്ന് പറഞ്ഞുതരാം. എന്നാ, തനിക്ക് വേണ്ടേ? താങ്ക് യു. വേണ്ട. എടോ, താൻ തന്റെ ഡോക്ടർ സുബ്ബമ്മാളിനോട് ഇതെങ്ങനെ അവതരിപ്പിച്ച്? அது வந்து கண்ணா, சின்ன வயசா இருக்கும் போது 1ஆம் கிளாஸ்ல பள்ளி மிட்டாய், கப்பலண்டி மிட்டாய், அணிகுண்டு, ஐஸ்டிக் அதெல்லாம் வாங்கி கொடுத்தது. MBBSக்கு படிச்சிட்டு இருக்கும் போது திருநெல்வேலி அல்வா, லட்டு, சிலேபி அதெல்லாம் வாங்கி கொடுத்தது. சுப்பு குண்டாய் போச்சு. அதெல்லாம் ஒரு டைப். அதெல்லாம் வேண்டாம். പിന്നെ ரோய் ஐடியா അതേക്കോ? ഇപ്പടി ഒന്നുമില്ല, ഹാർട്ട് സൗണ്ട്സില് എന്തോ ഒരു ഇറഗുലാരിറ്റി പോലെ. Any doubts? നോർമൽ ആണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല, ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് സൗണ്ട് നോർമൽ ഡോക്ടർ. സെക്കൻഡ് സൗണ്ട് ഓക്കേ. സെക്കൻഡ് സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു മർമർ കേട്ടില്ലേ? മർമറോ? ഹാർട്ടിന്റെ ഈ മർമർ ഇതുവരെ കേട്ടിട്ടേ ഇല്ല? ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ല? ഇല്ല. You go out. Out. ആദ്യമായി ആദം ഹവ്വയെ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ, the murmur of love. അറിയില്ല? ഡോക്ടർ, എന്താണ് മർമർ? അത് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാനുള്ളതാ. ഓ, You. Stop, stop. Yes. ഇപ്പോ മർമർ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്, റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ഈ രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ. പക്ഷെ ഒരു ഇന്റൻസീവ്, ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ. എന്താ മോളെ? അവര് തമ്മിൽ ലൈനാ. ലൈനോ? ആ, സത്യം. ഡോക്ടർ അങ്കിളും ആന്റിയും ലൈനാ. ഇവിടെ എല്ലാവരും അറിഞ്ഞു. ലൈൻ എന്ന് പറഞ്ഞ എന്തുവാ? ഈ ഫാദറിന് ഒന്നും അറിയില്ല. ലൈൻ എന്ന് വെച്ചാ ഐ ലവ് യു എന്ന്. എടി താൻ തോന്നി കൊച്ചുവായി വലിയ വർത്താനം പറയുന്നു. ഇക്കണക്കിന് നീയൊക്കെ വളർന്നു വലുതായാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ പറഞ്ഞെന്താ പറയല്ലേ? പറയും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കുകയാണോ? എങ്ങനെയുണ്ട് അച്ഛൻ? ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാനിപ്പോഴാ അറിഞ്ഞത്. എന്താ ഫാദർ, വേദനയുണ്ടോ? വേദനയുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ള വേദനയാണ്. എന്താ അച്ഛൻ? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് മാറി നിൽക്കു വച്ചേ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഇത് പറയാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. നന്നായി മോളെ. 5-6 കൊല്ലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം 4 മാസം കൊണ്ട് മോള് നേടിയെടുത്തല്ലോ. നന്നായി, മിടുക്കി. ഫാദർ വേണേ ഇത് നടത്തി തരാം. പിന്നെ അല്ലാതെ ആരാ നടത്തി തരേണ്ടത്? ആദ്യം നീ ധൈര്യമായിട്ട് പോയി പെണ്ണ് ചോദിക്കുക.
അതല്ലേ എന്റെ മര്യാദ. അല്ല അച്ഛൻ എങ്ങനെയാ ഇത് അറിഞ്ഞത്? നിങ്ങൾ തമ്മില് ഞങ്ങള് തമ്മിൽ ലൈനാണെന്ന് പറഞ്ഞു. ലൈനാ? ആര് പറഞ്ഞു? ഇവള് ഈ കാന്താരി. നോക്കട്ടെ ആണോ?